ചേട്ടാ, നിങ്ങൾ ഇത് എന്തോന്ന് പരിപാടി കാണിക്കുന്നത്? അവിടെ പാർട്ടി സ്റ്റാർട്ട് ചെയ്തു, ഒന്ന് വരാൻ പറ്റുമോ? എടാ, അമ്മ എന്തിനാ ആഘോഷങ്ങളൊന്നും വേണ്ടെന്ന് വാശി പിടിച്ചെന്ന് നിനക്കറിയോ? അമ്മയുടെ സ്വീകരണത്തിനും ക്രിസ്മസ് ആഘോഷങ്ങൾക്കും മാറ്റി വെച്ചിരുന്നില്ലേ സംഭാവനകൾ ഫുള്ള്? അത് ഫുള്ള് വയനാട് ദുരന്തം നടന്നില്ലേ? അവിടെ വീടില്ലാത്തവർക്കും മരിച്ചുപോയവർക്കുമായിട്ട് കൊടുക്കാൻ പറഞ്ഞ അമ്മ. ചേട്ടൻ ഇപ്പൊ വിളിച്ചു പറഞ്ഞത് ആരാ? ക്ലബിൽ നിന്ന് ഇപ്പൊ വിളിച്ചിരുന്നെ. വെറുതെ അല്ല അമ്മ ഇത്രയും വാശി കാണിച്ചിരുന്നത്. നമ്മൾ ഈ ആഘോഷങ്ങൾക്ക് വേണ്ടി കളയുന്ന പൈസയൊക്കെ ഒന്ന് വയനാടിന് വേണ്ടി മാറ്റിവെച്ചാൽ തന്നെ എത്ര കുടുംബങ്ങൾ സേഫ് ആവുമല്ലേ ചേട്ടാ? നീ അവരെല്ലാരും വിളി, നമുക്ക് പോയി അമ്മ എത്രയും പെട്ടെന്ന് കാണും. വന്നോ? നിങ്ങളെല്ലാവരും വന്നിട്ട് ക്രിസ്മസ് ആഘോഷിക്കാൻ നോക്കിയിരിക്കട്ടെ. വാ വാ വാ. നിങ്ങൾക്ക് വേണ്ടി സ്പെഷ്യൽ ക്രിസ്മസ് കേക്ക് ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടമ്മ. എടാ, നിങ്ങളോടൊപ്പം അല്ലാതെ ഞാൻ പിന്നെ വേറെ ആരുടെ കൂടാണ് ക്രിസ്മസ് ഒക്കെ ആഘോഷിക്കുന്നേ? വാ വാ. അല്ല മുത്തുവേ, നിന്റെ ഗദ്ഗതവും ടെൻഷനും ഒക്കെ മാറിയോ? ബന്ധു ഇപ്പൊ എങ്ങനെയുണ്ട്? അത് ഞാൻ ഒന്നും പറയണ്ട, എനിക്കെല്ലാം മനസ്സിലായി. കേറി വാ. അമ്മ, പ്രസിഡന്റ് പറഞ്ഞപ്പോഴേ ഞങ്ങള് കാര്യങ്ങളൊക്കെ അറിയുന്നത്. അമ്മ പാവങ്ങളെ സഹായിക്കണം എന്നുള്ളത് ഞങ്ങളടുത്ത് പറഞ്ഞാൽ എന്തായിരുന്നു? അത് ശരി. ഇന്ന് അമ്മ ചെയ്ത ഈ ചെറിയ സഹായം മാത്രമേ എന്റെ മോൻ അറിഞ്ഞിട്ടുള്ളൂ. വലത് കൈ ചെയ്യുന്നത് ഇടത് കൈ പോലും അറിയരുതെന്നാ ദൈവം തമ്പുരാൻ പറഞ്ഞിരിക്കുന്നത്. ആഘോഷങ്ങളൊക്കെ നല്ലതാ ഒരു പരിധി വരെ. കഷ്ടം, ആ വയനാട് ദുരന്തത്തില് എത്രയോ പേർക്ക് വീടും കൂടി നഷ്ടപ്പെട്ട് ദുരിതത്തിൽ കഴിയുന്ന മക്കളെ. അതൊക്കെ ചിന്തിക്കുമ്പോ ചുമ്മാ കാശ് കളഞ്ഞ് ആവശ്യത്തിൽ കൂടുതൽ ആഘോഷവും ബഹളവും ഒക്കെ കാണിച്ച് അതിനൊന്നും അമ്മയ്ക്കിപ്പോ മനസ്സ് വരത്തില്ല. അത് നീ മനസ്സിലാക്കണം. അമ്മ, പലതും ഞങ്ങൾ അറിയാൻ വൈകിപ്പോയി. പോട്ടെ, സാരമില്ല. യേശുക്രിസ്തു ജനിച്ചതേ വലിയ കൊട്ടാരത്തിലൊന്നും അല്ല, പുൽത്തൊഴുത്തിലാ. അതൊക്കെയാ നമ്മൾ പഠിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതും കേട്ടോ. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.